അയ്യപ്പേടാ, CPM RSS ബാന്ധവം അത് എന്നും എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി പറഞ്ഞു ബാന്ധവം ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു അളിയ അങ്ങനെയൊന്നും പറയരുത്, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി നിൽക്കുന്നു. പിന്നെ നോക്കുമ്പോ VD സതീശൻ പറയുന്നത് അതൊരു പ്രണയാദ്രമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കും? പ്രജിതേ, മൂലധനം എടുത്ത് തലക്കടിക്കുന്ന ഒരു പടമാണ് ഇന്ന് മനോരമയിൽ വരച്ചത്. ആര്? പിണറായി വിജയൻ തലക്കടിക്കുന്ന പടമാണ് വരച്ചേക്കുന്നത്. അതും തിരഞ്ഞെടുപ്പാണേ. ആ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ബോംബ് പൊട്ടിക്കുക. സാധാരണ ഈ ബോംബൊക്കെ പൊട്ടിക്കുന്നത് EP ആണല്ലോ. ഇത്തവണ ഗോവിന്ദനായി മനസ്സിലാക്കണം, ഇത് ഗോവിന്ദൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഗോവിന്ദൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ M സ്വരാജ് എന്ന ആളിനെ, കഥാപാത്രത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആരാണ്? ബഹുമാനം പിണറായിയാണ്. സുരാജ് M നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സ്വരാജ് M നായർ. സ്വരാജ് എന്നല്ല, സ്വരാജ് M നായർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് മുരളീധരൻ നായർ എന്നാണ്. ഇദ്ദേഹം അവിടെ മലപ്പുറത്ത് മത്സരിക്കുമ്പോൾ അവിടുത്തെ കോളേജ് യൂണിയൻ ഇലക്ഷനിലൊക്കെ സുരാജ് മുരളീധരൻ നായർ എന്ന പേരിൽ തന്നെയാണ് മത്സരിച്ചത്. സ്വരാജ് M നായർ എന്ന പേരിൽ തന്നെയാണ് മത്സരിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ചേട്ടൻ സുരാജാണ്. സ്വരാജ് ചേട്ടൻ പറയുമ്പോ മാറിപ്പോണം. ഞാൻ സ്വരാജ് എന്ന് പറയണ സുരാജ് എന്ന് കേൾക്കുന്നു. അപ്പൊ ഞങ്ങൾ ഈ സംസാരിച്ചു തുടങ്ങിയിട്ട് തന്നെ വീണ്ടും തുടങ്ങണേ. ക്ലിയർലി പറയാം. ആ മലപ്പുറത്ത് ഇദ്ദേഹം മത്സരിക്കുമ്പോൾ, അതായത് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ സ്വരാജ് M നായർ എന്ന് തന്നെയാണ്. അപ്പോ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തെ നിർത്തുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ നിർത്തുന്നു എന്ന് ക്രെഡിറ്റ് അടിക്കാം. രണ്ട്, നായർ വോട്ട്, അതായത് ഇവിടെ 2.5 ലക്ഷം വോട്ടാണ്. ഇന്നിപ്പോ അവിടെ വോട്ട് ചെയ്യുന്ന ബഹളം കേട്ട 2 കോടി വോട്ട് ചെയ്യണമെന്ന് തോന്നുന്നു, അല്ലേ? 2 കോടി വോട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ 2 ലക്ഷം വോട്ടില് 1.5 ലക്ഷം വോട്ട് ഹിന്ദു വോട്ടുണ്ട്. നമ്മൾ ഇന്നിപ്പോ ഇന്ന് വോട്ട് കഴിഞ്ഞിറങ്ങിയ അൻവർ പറഞ്ഞ കണ്ട ഒരു കമന്റ് കേട്ടോ, ഒരാൾ കഥ എഴുതാൻ പോകും, ഒരാൾ സിനിമ പിടിക്കാൻ പോകും, മറ്റേ ആളിവിടെ കാണും. അതാര്? അൻവർ. അപ്പൊ നിങ്ങൾ അവിടെ കാണും, ബാക്കിയുള്ളവർക്ക് സിനിമ പിടിക്കാൻ പോകും. അത് ജയിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ജയിക്കുമെന്നാ പറയുന്നത്, അൻവർ. അതെങ്ങനെയാ? അല്ല, ഞാന് വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോയി. എന്നോട് ചോദിച്ച ചോദ്യം ബാന്ധവത്തെ കുറിച്ചായിരുന്നു, RSS ബാന്ധവത്തെ കുറിച്ച്. അപ്പൊ പിണറായി വിജയൻ M സ്വരാജ് എന്ന് പറയുന്ന ഒരാളിനെ, ഒരു പാർട്ടിക്കാരനെ, CC മെമ്പറിനെ, CC അല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിനെ ആക്കുമ്പോൾ, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറിനെ നിലമ്പൂർ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അദ്ദേഹം പലതും കണ്ടുകൊണ്ടാണ് ആക്കിയത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിൽ ഗോവിന്ദൻ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ, ഗോവിന്ദന്റെ ഈ സ്റ്റേറ്റ്മെന്റിൽ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. RSSുമായി ബാന്ധവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നിർത്തുമ്പോൾ, നമ്മൾ തന്നെ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു RSS വക്താവ് പറഞ്ഞിരുന്നു ഇത്തവണ RSSന്റെ വോട്ട് കൂടെ ഷാവു പ്രസാദ് പറഞ്ഞിരുന്നു. ആർക്ക് കിട്ടുമെന്ന്? സ്വരാജന്. ഈ 2 ലിങ്ക് ചെയ്യുമ്പോൾ എന്തായാലും മനസ്സിലാക്കാറുള്ളത്, CPMന്റെ RSS ബാന്ധവം അല്ലെങ്കിൽ ഹിന്ദു ബാന്ധവം അതിനെ കണക്ട് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഇദ്ദേഹം പറഞ്ഞത്, ഈ MP ഗോവിന്ദൻ പറഞ്ഞത്. പക്ഷെ അത് ഈ സമയത്ത് പറയണമായിരുന്നു. വോട്ട് തരാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. അല്ലയോ ഹിന്ദു വോട്ടർമാരെ, അത് സൈലന്റ് ആയിട്ട് വോട്ട് ചോദിച്ചാണല്ലോ. അങ്ങനെയും ചോദിക്കാം, അങ്ങനെ വോട്ട് ചോദിക്കാം. ബഹുമാനപ്പെട്ട ഹിന്ദു വോട്ടർമാരെ, നിങ്ങൾ ഞങ്ങൾക്കും കൂടെ വോട്ട് തരണം എന്ന് പറയാതെ പറയുകയായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരു മൃദു സമീപനമൊക്കെ ഉണ്ട്, നിങ്ങൾ തന്നോ. ഈ മൂലധനം എടുത്ത് അടിക്കുന്ന, തലയിലടിക്കുന്ന പടമൊക്കെ ഉണ്ടാവും. അത് എനിക്കും നിങ്ങൾക്കും തോന്നും, ബാക്കിയുള്ളവർക്ക് പാർട്ടിക്കാർക്ക് തോന്നണമെന്നില്ല. ഇന്നലെ നമ്മുടെ ഫ്ലോറിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന ഒരു കോൺഗ്രസ് വക്താവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്, 10 ദിവസം കൂടുമ്പോൾ ഹിന്ദു നേതാക്കളുമായി സംസാരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഒരാളെ അയക്കുന്നുണ്ട്. ആരെയാ? ഇവിടുത്തെ പോലീസ് മേധാവി അജിത് കുമാറിനെ ഹിന്ദു നേതാക്കളുമായി സംസാരിക്കാൻ അയക്കുന്നുണ്ട്. ഒരു തവണ കൂടെ തനിക്ക് ഭരണത്തിൽ കിട്ടാൻ. അപ്പത്തേക്ക് തനിക്ക് 85 വയസ്സ് കഴിയും, പിന്നെ ഇഴിക്കാൻ വയ്യാതെ. ഒരു തവണ കൂടെ ഭരണത്തിൽ കിട്ടും. ഒരു തവണ ഭരണത്തിൽ BJP തന്നെ ഇവർക്ക് വാങ്ങിക്കൊടുക്കും, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും. അതാണ് ഇവിടെ ഇവർ പറയുന്നത്. കോൺഗ്രസ് എന്തിനാ പറയുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം. ഇപ്പൊ BJP ഭരിക്കുന്നു, നല്ലതാണ്, എല്ലാം ശരിയാണ്. ഏതാണ്ട് 50 വർഷത്തിലധികമായില്ലേ, 40 വർഷത്തിൽ കൂടുതൽ എന്തായാലും കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടുണ്ട്. 60 വർഷമായി. അതെ, ക്ഷമിക്കുക, എന്റെ പിഴ. അപ്പൊ 60 വർഷമെങ്കിലും ആയി. ഈ 60 വർഷമെങ്കിലും ഭരിച്ച കോൺഗ്രസിന് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് BJP ഇവിടെ പലതും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഒരിക്കൽ കൂടെ ആണിയടിക്കുന്ന പരിപാടിയല്ലേ ഈ CPM കാണിക്കുന്നത്? എന്ത് തീവ്രമായ ഒരു കോൺഗ്രസ് വിരോധമാണ് അവരിവിടെ കാണിക്കുന്നതെന്നാണ് ഈ കോൺഗ്രസ് ജിൻഡോയാണ് ഇവിടെ ഇന്നലെ ഫ്ലോറിൽ ചർച്ചയ്ക്ക് വന്നത്.
ജിൻഡോ കോൺഗ്രസ് വക്താവാണ്. അദ്ദേഹം സംസാരിച്ചപ്പോൾ ചോദിച്ചതാ, ദിവസം 10 ദിവസം കൂടുമ്പോൾ പോകും. പിന്നെ ബഹുമാനപ്പെട്ട വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിൽ ബാന്ധവം എന്നൊക്കെ ഇവിടെ പറയുന്നു. എന്ത് ബാന്ധവം എന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പഴയ പിന്നെ നേതാവിന്റെ മകനാണ്. അദ്ദേഹത്തിന് നിലമ്പൂർ പതിച്ചു കിട്ടിയേ പറ്റൂ. ഇപ്പം മുരളീധരനെ പോലെ വടകരയിൽ നിന്ന് തൂക്കിയെടുത്ത് തൃശ്ശൂർ കൊണ്ടുവരിക, തൃശ്ശൂർ നിന്ന് ചെവി പിടിച്ച് തിരുവനന്തപുരത്ത് നേമത്ത് കൊണ്ടുവരിക. അത് മാത്രമല്ല, മുരളീധരൻ അവിടെ മറ്റു സ്ഥലങ്ങളിൽ മത്സരിപ്പിക്കുമ്പോഴും മുരളീധരന് എവിടെ ചെന്നാലും ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അതെ. പക്ഷെ ഷൗക്കത്തിനെ സംബന്ധിച്ച് അറിയില്ല. അതായത് നിലമ്പൂര് കിട്ടിയില്ലെങ്കിൽ ഷൗക്കത്തിന്റെ അടപ്പ് തെറിക്കും. അല്ല, ഷൗക്കത്ത് വേറെ ആർക്കും അറിയില്ല. ഇന്നലെ ഈ ജിൻഡു തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം തിരുവനന്തപുരത്ത് മാർവാൻസ് കോളേജിൽ പഠിച്ചതാണ്. എന്റെ അറിവിലില്ല, എന്റെ ഓർമ്മയിൽ ഞാൻ ആരും പറഞ്ഞു കേട്ടതുമില്ല. മാർവാൻസ് ഒക്കെ ഞങ്ങൾക്ക് അറിയുന്ന കോളേജാണ്. മാർവാൻസിൽ അദ്ദേഹം പഠിച്ചെന്നും അവിടെ കേസുകാരനായിരുന്നൊക്കെ കേൾക്കുന്നതാണ്. അതിപ്പോ പറഞ്ഞാൽ നന്നായി. അതെ, ഏതായാലും നമുക്കൊരു അറിവായി. ഏതായാലും പ്രീത പറഞ്ഞതുപോലെ ഇപ്പോ അവിടെ മലപ്പുറത്ത് ഈ പറയുന്ന നിലമ്പൂര് മാത്രം അറിയുന്ന ഷൗക്കത്തിന് ഇങ്ങനെ ഈ ജയത്തിലൂടെ അദ്ദേഹം ജയിക്കുമോ ഇല്ല എന്നുള്ളത്, ജയിക്കും, സാധ്യത ഒരു 10,000 വോട്ടിനെങ്കിലും ജയിക്കും. ബാക്കിയൊക്കെ വിടുവായിത്തരമായി പോകും. ഈ പറയുന്ന അൻവറിന്റെ ഒക്കെ പറച്ചിലൊക്കെ വിടുവായിത്തരമായി പോകും. അൻവർ തന്നെ ഈ കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ സംസാരിച്ചവരൊക്കെ പറഞ്ഞ എന്താണെന്ന് അറിയാവൂ, പിന്നെ അൻവർ തന്നെ തന്റെ വോട്ട് കോൺഗ്രസിന് മറിച്ചു കൊടുക്കുന്ന പറഞ്ഞു. എന്നാൽ തന്റെ നിലനിൽപ്പിന്, കാര്യം എത്രയെന്ന് പറഞ്ഞ ഒരാൾ നിൽക്കും. അദ്ദേഹത്തിന് കുറെ തടി മുതലാളിമാരെയൊക്കെ പരിചയം ഉണ്ടാവും, തടിക്കളം മുതലാളിമാരെയൊക്കെ പരിചയം ഉണ്ടാവും. പിന്നെ അവിടുത്തെ ചന്തയിൽ ഇപ്പൊ അതേ ഒരു സ്ഥാനാർത്ഥിയാവുമ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് സാധാരണക്കാരാണ്. സ്ഥാനാർത്ഥിയാവുമ്പോൾ ചെന്ന് നിൽക്കുമ്പോൾ അവരൊക്കെ അടുത്ത് വരും. പിന്നെ 9 കൊല്ലം MLA ആയിരുന്നേ, പല കാരണങ്ങൾക്കും അവർ പോയിട്ടുണ്ടാകും. വോട്ട് വീഴും, അൻവറിന് വോട്ട് വീഴും. 5,000 വോട്ട് കിട്ടും, ഒരു 5,000 വോട്ട്. ആ 5,000 വോട്ട് കൂടെ ഷൗക്കത്തിന് കിട്ടേണ്ടതാണ്. അത് ആരായിട്ട് കളഞ്ഞതാ? സതീശനായിട്ട് കളഞ്ഞതാണ്. അപ്പൊ ഏതായാലും നമുക്ക് ഈ പറയുന്ന RSS പ്രസ്താവനയിലേക്ക് വീണ്ടും മടങ്ങിയെത്തുമ്പോൾ RSS പ്രസ്താവന CPM ഗുണമാകുമോ ദോഷമാകുമോ എന്ന് ചോദിച്ചാൽ, ഈ ഒരു ചെറിയൊരു തെരഞ്ഞെടുപ്പിൽ BJP ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ആരും സ്റ്റേറ്റ്മെന്റ് വന്നിട്ടില്ല. BJPയുടെ ഒരു പ്രമുഖ നേതാക്കളും BJP പൊതുവായിട്ട് തൊടുമ്പ സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കാറില്ല എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യമായിട്ടുള്ള, അത് പ്രത്യേകിച്ച് ഇതൊരു ഉപതിരഞ്ഞെടുപ്പാണ്. അവിടെ അവർക്ക് വലിയ പ്രസക്തമായിട്ടുള്ള സ്ഥലമല്ല എന്നുള്ളത് അവർക്ക് അറിയാം. കയറി ഇറങ്ങി നടന്നു എന്ന് പറയുമ്പോൾ പോലും അത് ഒരുപാട് മറ്റു പല ഇതും കൂടി വന്നതിന്റെ ഫാക്ടറും കൂടി ആയി. ചരിത്രത്തിൽ ആദ്യമായി ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഒരാൾക്ക് അംഗത്വം കൊടുത്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കി. അത് നടന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമായിട്ടും നടക്കാവുന്നത്. പക്ഷെ നിലമ്പൂര് BJPക്ക് അവിടെ വോയിസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യക്ഷത്തിൽ ഈ വരുന്ന ഇലക്ഷൻ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് തോന്നുന്നത് അൻവർ ഫാക്ടറാണ്. ഈ അൻവർ ഫാക്ടറിൽ മറിയുന്ന വോട്ടായിരിക്കും ഈ 2 സ്ഥാനാർത്ഥികളെ ജയിക്കുന്നത്. ആ സമയത്ത് വന്നിട്ട് ഈ ഗോവിന്ദൻ ഇങ്ങനെ പറയുമ്പോ അത് ചേട്ടൻ പറഞ്ഞ പോലെ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് അല്ല, അതൊരു പറയാതെ പറച്ചിലൂടെയാണ്. കാര്യം ഇവിടെ കിടന്ന് ഈ രാഷ്ട്രീയ അജണ്ട, ഈ യുദ്ധമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുമ്പോഴുണ്ടല്ലോ, അല്ലയോ ഹിന്ദു വോട്ടുകളെ പെട്ടിയിലേക്ക് നിങ്ങൾ കൂടി ഞങ്ങൾക്ക് വോട്ട് തരിക എന്ന് ഗതികേട് കൂടിയാണ് ചേട്ടാ, അത് മനസ്സിലാക്കണം. അതെ, അല്ല ഇതിപ്പോ ജാതി പറഞ്ഞ അതുപോലെ പിന്നെ സ്വരാജിന്റെ ഭാര്യയുടെ പേര് ഒരു മേനോനും കൂടെ ചേർന്നിട്ടാണ്. അത് പ്രീത കഴിഞ്ഞ ദിവസം മേഴ്സി, നമ്മളിവിടെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഒരു കോൺഗ്രസ് വക്താവ് വന്നിരുന്നല്ലോ, ഷെറിൻ വന്നപ്പോ നമ്മൾ സംസാരിച്ചപ്പോ പ്രീതയിലെ ആ വിഷയം സംസാരിച്ചത്, അവരുടെ മേഴ്സി ചാൻസ് അവസാന ചാൻസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത്. ആ പേര് ഇതുവരെ നിങ്ങൾക്കറിയോ? നിങ്ങളൊരു എറണാകുളത്തുകാരിയാണ്, തൃപ്പൂണിത്തുറ മത്സരിച്ച ആളാണ് എം സ്വരാജിന്റെ ഭാര്യയുടെ പേര് ഈ നിമിഷം വരെ വന്നിരുന്നില്ല. അപ്പൊ ജാതീയത പറയരുത് എന്ന് പറയുന്ന CPM 966 CPIയും CPMും 2ആയി വിഘടിക്കുമ്പോൾ CPI ആവുകയും CPM ആവുകയും ചെയ്യുമ്പോൾ EMS അടങ്ങുന്ന AKG അടങ്ങുന്ന CPM ഘടകം ഇന്നും പേരിലും ജാതിയിലും തൂങ്ങുന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ MV ഗോവിന്ദൻ പറയാതെ പറഞ്ഞു വെച്ചത്.